ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇജിപ്പോൾ. സോ മക്കളെ, NMMS എക്സാം അങ്ങനെ എത്തിപ്പോയില്ലേ. സോ NMMS എക്സാമിലെ നമ്മുടെ സാറ്റിലെ ടൈം ആൻഡ് വർക്ക് എങ്ങനെയുണ്ട്, അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പഠിച്ചാലോടാ. യെസ്, കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാർ എത്തിയിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് NMMS സാറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. യെസ്, ബാക്ക് ടു ക്വസ്റ്റ്യൻസ്. ടൈം ആൻഡ് വർക്ക് അഥവാ സമയവും ജോലിയും വളരെ വാല്യൂബിൾ ആയിട്ടുള്ള രണ്ട് ടേംസ് ആണല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മക്കളെ. A can do 1/3 of work in 5 days and B alone can do the 2/5 of it in 10 days. How much time will both take to finish the work? ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. A 5 ദിവസം കൊണ്ട് ഒരു ജോലിയുടെ 1/3 ഭാഗം ചെയ്യുമ്പോൾ B തനിച്ച് അതേ ജോലിയുടെ 2/5 ഭാഗം 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജോലി പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത്രയേ ഉള്ളൂ പരിപാടി. 5 ദിവസം കൊണ്ട് 1/3 ഭാഗം പൂർത്തിയാക്കുന്നുണ്ട്. സോ എ എത്ര ദിവസം കൊണ്ടായിരിക്കും പൂർത്തിയാക്കുന്നുണ്ടാവുക, ജോലി പൂർത്തിയാക്കുന്നുണ്ടാവുക? യെസ്, എയുടെ ടൈം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണക്കാക്കാം അല്ലേ? 5 × 3 5 × 3/1 അല്ലേ. യെസ്, 1/3 തലതിരിച്ചിട്ടൂല്ലേ, റെസിപ്രോക്കൽ ഇട്ടു. സോ 3/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ദിവസം കൊണ്ടായിരിക്കും എയുടെ ജോലി പൂർത്തിയാക്കുന്നത്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് എത്ര സമയം കൊണ്ടായിരിക്കും ഇടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് 2/5 10 ദിവസം കൊണ്ടാണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 2/5 തല തിരിച്ചിടുമ്പോൾ എന്തായിരിക്കും വരിക? 10 × 5/2 എന്ന് വരുന്നുണ്ട്. അതായത് 50/2 25 ദിവസം കൊണ്ടായിരിക്കും അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട് മക്കളെ. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ടൈം വിൽ ബോത്ത് ടേക്ക് ടു ഫിനിഷ് ദ വർക്ക്? ഓക്കെ, സോ എയുടെ ആകെയുള്ള സമയം എന്ന് പറയുന്നത് 15 ദിവസമാണ്. 15 ദിവസം കൊണ്ടാണ് എ പൂർത്തിയാക്കുന്നത്, 25 ദിവസം കൊണ്ടാണ് ബി പൂർത്തിയാക്കുന്നത്. സോ ഇങ്ങനെ ആലോചിക്കാം മക്കളെ, ഒരു ദിവസത്തെ ഇവരുടെ വർക്ക് എന്ന് പറയുന്നത് 1/15 1/25 ആയിരിക്കില്ലേ? യെസ്, 1/15 1/25 ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 25ഉം 15ഉം ഒന്നെങ്കിൽ ഇതിൻ്റെ LCM എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾ ഏത് രീതി വേണേൽ ചെയ്തോളൂ. ഓക്കെ, ഞാൻ ഇങ്ങനെ പറയാണ്. 25നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 75 വരുന്നുണ്ട്. 15നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 75 വരുന്നുണ്ട് അല്ലേ. സോ ഇവിടെ 75 എന്ന് പറയുന്നത് LCM ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ 5 + 3 എന്ത് വന്നിട്ടുണ്ട് മക്കളെ? 8/75 എന്ന് പറഞ്ഞിട്ടുണ്ട്. 8/75 കിട്ടിയിട്ടുണ്ട്. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എയും ബിയും കൂടെ ഒന്നിച്ച് എത്ര സമയം കൊണ്ട് പൂർത്തീകരിക്കുന്നല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ഫൈനലി ഇതിനെയും റെസിപ്രോക്കൽ എടുക്കണം. 8/75ന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് 75/8 ആയിരിക്കും. എയും ബിയും കൂടെ ഒന്നിച്ച് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 75/8 ആയിരിക്കും. അതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുക മക്കളെ. 75 × 8 8 × 9 എന്ന് പറയുന്നത് 72 ആയിരിക്കും. ബാക്കി ശിഷ്ടം എന്ത് കിട്ടിയിട്ടുണ്ട്? 3 കിട്ടിയിട്ടുണ്ട്. സോ 9 3/8 ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇതാണ് മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. A and B can do a piece of work in 18 days, B and C in 24 days, A and C in 36 days. In what time they will do it by working together? അതായത് ഇവരുടെ എല്ലാവരുടെയും സെപ്പറേറ്റ് തന്നിരിക്കുക. എയും ബിയും കൂടെ 18 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ബിയും സിയും 24 ദിവസം, എയും സിയും 36 ദിവസം. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ വർക്ക് എന്തായിരിക്കും മക്കളെ? എയുടെയും ബിയുടെയും 1 day വർക്ക്, ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത്, ഒരു ദിവസത്തെ വർക്ക് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതെന്തായിരിക്കും? 1/18 ആയിരിക്കും. സോ എന്ത് ചെയ്യാം? 1/18 എന്ന് എഴുതാം. ഇതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ബിയുടെയും സിയുടെയും ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാം മക്കളെ? ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നതിന് 1/24 എന്ന് എഴുതാല്ലേ. യെസ്, 1/24 എന്ന് എഴുതാം. സിമിലർലി എയും സിയും കൂടെ എടുക്കുന്നതിൻ്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത്, ഒരു ദിവസത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക, വർക്ക് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? യെസ്, ഇവർ പറഞ്ഞിട്ടുള്ള പ്രകാരം നമുക്ക് പറയാം 1/36 എന്ന് പറയാം. ഓക്കെ, ഇനി
ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവരെയൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. എയും ബിയും സിയും ഒക്കെ കൂടെ ഒരുമിച്ച് ഒന്ന് നോക്കിയേ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട്? 2 പ്രാവശ്യം എ വരുന്നുണ്ട് അല്ലേ? ദാ ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെയും ഒരു എ ഉണ്ട്. ഇനി 2 പ്രാവശ്യം ബി വരുന്നുണ്ട്, അതുപോലെ 2 പ്രാവശ്യം സിയും വരുന്നുണ്ട്. ആ 2നെ ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. സോ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവരുടെ എല്ലാവരുടെയും ഒരു ദിവസത്തെ വർക്കാണ് കേട്ടോ. 1 ഡേ വർക്കാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. യെസ് എന്ന് പറയുന്നതിനെ എങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടത്? 1/18, 1/24, 1/36 എല്ലാം കൂടെ കൂട്ടണം അല്ലേ? 1/18, 1/24 പ്ലസ് 1/36 എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്തായിരിക്കും മക്കളെ വരുന്നുണ്ടാവുക? 18നെ 4 കൊണ്ട് ഗുണിക്കുന്നു, 72 കിട്ടില്ലേ? അതേപോലെ തന്നെ ഇവിടെയും 4 കൊണ്ട് ഗുണിക്കുന്നു. 24നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 72 വരുന്നുണ്ട്. ഇവിടെയും 3 ഗുണിച്ചല്ലേ? ഇവിടെ എന്താ വരുന്നത്? 2 കൊണ്ട് ഗുണിക്കണം അല്ലേ? സോ എന്ത് വരും മക്കളെ? ന്യൂമറേറ്റർ നിങ്ങൾ നോക്കിയേ. 4 + 3 + 2, 4 + 3 7 + 2 9/72 എന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എനിക്ക് എന്ത് വരുന്നുണ്ട്? അവർ ചോദിച്ച കാര്യം കിട്ടില്ലേ? അവരെല്ലാവരും കൂടെ ഒരുമിച്ച് എടുക്കുന്ന സമയം എന്ന് പറയുന്നതാണ്. റെസിപ്രോക്കൽ എടുക്കുക, അതിനുശേഷം ഈ 2നെ ഇങ്ങോട്ട് എടുക്കുക. 2 ഇവിടെ കിടപ്പുണ്ട് അല്ലേ? 2 days 2 ഇൻറ്റു എന്ന് പറഞ്ഞിട്ടില്ലേ? ഇനി നിങ്ങൾ നോക്കിയേ, ഇതിനൊന്നും കൂടെ ഒന്ന് ക്യാൻസൽ ചെയ്തെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. 1/8, 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 1/8 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 1/8 ഇൻറ്റു 2 16 ആയിട്ടുണ്ട്. ആ 2നെ അങ്ങോട്ട് എടുത്തു, ഞാൻ പറഞ്ഞില്ലേ? യെസ്. ഇനി ഈ 16 റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും മക്കളെ? 16/1 എന്ന് വരില്ലേ? ആ 16 നമ്മുടെ ഓപ്ഷൻസിൽ കിടപ്പുണ്ടോ? യെസ്, ചിരിച്ചുകൊണ്ട് കിടപ്പുണ്ടല്ലേ? ഓപ്ഷൻ സി, 16 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എ ബി എന്നിവർക്ക് ജോലി ചെയ്യാനായിട്ട് 72 ദിവസം എടുക്കുന്നുണ്ട്. ബി സി എന്നിവർക്ക് 120 ദിവസം എടുക്കുന്നുണ്ട്. എ സി എന്നിവർക്ക് 90 ദിവസം എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻ വാട്ട് ടൈം എ അലോൺ ക്യാൻ ഡു ഇറ്റ്? അതായത് ടൈം ടേക്കൺ ബൈ എ ആൻഡ് ബി, ബി ആൻഡ് സി, എ ആൻഡ് സി നേരത്തെ പോലെ തന്നിട്ടുണ്ട്. എ എലോൺ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ പോലെ എ പ്ലസ് ബിയുടെ 1 ഡേ വർക്കിനെ നമ്മൾ എങ്ങനെ എഴുതണം? ഒരേ റൂട്ടാണല്ലേ? ഒരു ദിവസത്തെ വർക്കിനെ ഞാൻ എങ്ങനെ എഴുതണം മക്കളെ? യെസ്, ഒരു ദിവസത്തെ ജോലി അഥവാ ഒരു ദിവസത്തെ വർക്ക് സമം എന്ത് പറയാം? 1/72. ഓക്കെ ആണല്ലോ? ഇതുപോലെ തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര്? ബി പ്ലസ് സി പറഞ്ഞിട്ടുണ്ട്. ഈ ബി പ്ലസ് സിയുടെ 1 ഡേ വർക്കിനെ ഞാൻ എങ്ങനെ എഴുതണം? യെസ്, എനിക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/120 എന്ന് എഴുതാം അല്ലേ? 1/120. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. എന്തായിരുന്നു? എ പ്ലസ് സി എന്ന് പറയുന്നത് അതെന്തായിരുന്നു മക്കളെ? കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്രയാണെന്ന്? 90 അല്ലേ? 1/90 ആയിരിക്കും. 1 ഡേ വർക്ക് കേട്ടോ, ഒരു ദിവസത്തെ ജോലി കേട്ടോ. ആ സൈഡിൽ എഴുതി വെക്കുന്നുണ്ട് ഒരു ദിവസത്തെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവരെല്ലാവരും കൂടെ ആഡ് ചെയ്യണമല്ലേ? സോ എന്ത് കിട്ടുന്നുണ്ട്? 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി, കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഈക്വൽ ടു 2 പ്രാവശ്യം ഇല്ലേ എല്ലാം? ഓക്കെ, ഒന്ന് ഉറപ്പ് വരുത്തണോ? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ടല്ലോ. നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്യാണ്. 1/72 പ്ലസ് 1/120 പ്ലസ് 1/90. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും LCM അഥവാ ലസാഗു എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? 360 ആയിരിക്കും കേട്ടോ. സോ 72നെ ഞാൻ എന്ത് വെച്ച് ഗുണിക്കുമ്പോഴാണ് കിട്ടുന്നത്? 120നെ 3 കൊണ്ട് ഗുണിക്കണം, 90നെ 4 കൊണ്ട് ഗുണിക്കണം, 72നെ 5 കൊണ്ട് ഗുണിക്കണം അല്ലേ? 360 കിട്ടുന്നുണ്ട്. അതേ വാല്യൂ തന്നെ ഇവിടെയും ഗുണിക്കുകയാണ്. സോ എന്ത് വരും? നമുക്ക് ഒന്ന് ചെക്ക് ചെയ്തേ മക്കള്, എന്താണ് അവിടെ ഉത്തരം കിട്ടുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലേ? യെസ്, എന്തായിരിക്കും വരുന്നത്? ഇൻറ്റു 3 ഇൻറ്റു 4, 5 + 3 8 + 4 12/360. വെട്ടിക്കളയുമ്പോൾ എന്ത് വരുന്നുണ്ട് മക്കളെ? 1/30 എന്ന് വരുന്നുണ്ട്. ഇനി കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ ഈ 2നെ അങ്ങോട്ട് വെക്കുമ്പോൾ എന്ത് വന്നു മക്കളെ? എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എന്ത് എഴുതാം? 1/60 എന്ന് എഴുതാം. നമ്മളോട് ചോദിച്ചാൽ എന്താ? ഇവർ 3 പേരും കൂടെ എടുക്കുന്ന ജോലിയല്ല ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ 3 പേരും കൂടെ എടുക്കുന്ന ജോലിയല്ലേ ചോദിച്ചത്. ഇവിടെ എ തനിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെയാണ് മക്കളെ ട്വിസ്റ്റ് വരുന്നത്. സോ എന്ത് ചെയ്യണം നമ്മൾ? എ തനിച്ച്, എ എലോൺ
ഓക്കെ, എ എലോൺ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഒന്ന് നിങ്ങൾ ആലോചിച്ചേ. ബിയും സിയും കൂടെ ഒരു ദിവസം എത്ര എടുക്കുന്നത്? 1/120 ബിയും സിയും കൂടെ എടുക്കുന്നത്. ഇനി ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ? എയും ബിയും സിയും കൂടെ 1/60. സോ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, എ പ്ലസ് 1/120 ഈക്വൽ ടു 1/60. ഇത് ബിയുടെയും സിയുടെയും കൂടെ ഒന്നിച്ചുള്ള 1/120 ആണ് കേട്ടോ, ഒരു ദിവസത്തെയാണ്. അങ്ങനെയാണെങ്കിൽ എ എലോൺ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? 1/60 1/120 കുറയ്ക്കുക. ഇവിടെ ഇൻറ്റു 2 ചെയ്താൽ 2 - 1 എന്ത് കിട്ടിയിട്ടുണ്ട്? 1/120. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? 120 days എന്ന് കിട്ടുന്നുണ്ട്. ഓപ്ഷൻസിൽ കിടപ്പില്ലേ? ഓപ്ഷൻ സി 120 days ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ഇനി ഒരു ചോദ്യം കൂടെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. ടൈം ആൻഡ് വർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി വരിക അല്ലേ? എന്തൊക്കെ ചോദ്യങ്ങളാണ്? എ ബി ആൻഡ് സി ടുഗദർ can do a work in 529 rupees. A and C can do the 19/2/3 of it. Amount got by B is dash. അവർക്ക് എല്ലാവർക്കും കൂടെ കിട്ടുന്ന പൈസയാണ് 529. ഓക്കെ, എയും സിയും കൂടെ ഒന്നിച്ച് 19/23 ഭാഗം ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതാണ് ബി ചെയ്യുന്നത്. ബിയുടെ ഷെയർ അല്ല കണ്ടുപിടിക്കുന്നത്. മൊത്തം 23-ൽ 19/23 എയും സിയും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി ചെയ്യുന്നത് എത്രയായിരിക്കും മക്കളെ? 4/23 ആയിരിക്കില്ലേ? ബിയുടെ ഷെയർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 4/23 എന്ത് ചെയ്യണം? ഈ 529 വെച്ച് ഗുണിക്കണം. ഈ 23 എന്ന് പറയുന്നത് 529 എത്ര പ്രാവശ്യം? 23 പ്രാവശ്യം. 23 × 4 എന്ന് പറയുന്നത് കൃത്യമായിട്ട് എനിക്ക് 92 എന്ന് കിട്ടുന്നുണ്ട് അല്ലേ? 92 അല്ലേടാ വരുന്നത്? യെസ്, ബിയുടെ ഷെയർ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്നത് മക്കളെ 92 rupees ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേടാ? ഇത്രയേ ഉള്ളൂ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ NMMS എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ മാർക്ക് കളയരുത്. എന്ത് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? എഡ്യൂപോർട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് മക്കളെ. സോ എന്തായാലും എക്സാമൊക്കെ അടിപൊളിയാക്കണം അല്ലേ? See you guys. See you in the next video. Bye.